ഹായ്, ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കുറച്ച് ചെടികൾ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കുറേ ചെടികളുണ്ട്. അതെല്ലാം താഴെയൊക്കെ വെച്ചിരുന്നിട്ട് വീട് പണി നടക്കുന്നത് കൊണ്ട് എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ടെറസിലെടുത്ത് വെച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ബാക്കിലൊക്കെ ഇരിക്കുന്നതൊക്കെ ചെടികൾ തന്നെ. അപ്പോൾ ടെറസിലെടുത്ത് വെച്ച്, അപ്പോൾ ഇനി നന്നാക്കി എടുക്കണം. കാരണം എല്ലാം പോയി, കുറേ പിന്നെ അത് ടെറസിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ചപ്പോഴത്തേന് കുറേ അഴുകിപ്പോയി, കുറേ ഉണങ്ങിപ്പോയി, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ഒന്നേന്ന് ഞാൻ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചെടികൾ കാണിച്ചു തരാവേ. ഓക്കെ, ഇത് എൻ്റെ ബാക്കിൽ കാണുന്നത് ചെമ്പ്രപ്പീക്കാണേ. അപ്പോൾ അത് പിന്നെ കോട വന്ന് മൂടിയിരിക്കുക. അത് ഇനി മഴ പെയ്യും, അതുകൊണ്ടാണ് അങ്ങനെ കോട വന്ന് മൂടിയിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഉള്ളവർ മഴ വരുന്നുണ്ടോ ഇല്ല, മഴയുടെ സമയത്ത് കേട്ടോ, മഴ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത് ഈ ചെമ്പ്ര മലയിലോട്ട് നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ മല മൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മഴ ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ നല്ല ക്ലിയറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നല്ല ക്ലിയറായിട്ട് നമുക്ക് കാണാം, തെളിഞ്ഞ് അന്തരീക്ഷത്തിലാണെന്നുണ്ടെങ്കിൽ പിന്നെ മഴ ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. നോക്കാം കേട്ടോ, നമുക്ക് കുറച്ച് ചെടികൾ കാണാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, വായോ. ഇത് സ്റ്റാൻഡിലിരിക്കുന്ന കുറച്ച് ചെടികളാണ്. ഇതൊക്കെ കുറച്ച് ബോഗൻവില്ലയും പിന്നെ അതേപോലെ വാഴച്ചെടി, ഇത് കണ്ടില്ലേ, ഇത് വാഴച്ചെടി, അതേപോലെ റോസ്, പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് പിച്ചി പൂ പിടിക്കുന്ന പിച്ചി. പിന്നെ ഇതൊക്കെ വെയിൽ തട്ടിയാൽ കുഴപ്പമില്ലാത്ത ചെടികളാണ് ഇവിടെ വെച്ചേക്കുന്നത്, വെയിൽ ആവശ്യമുള്ള ചെടികൾ. അപ്പോൾ ഇതൊക്കെ തെറ്റി, ജമന്തി, ഇങ്ങനെയൊക്കെയുള്ള ചെടികളാണ് ഇവിടെ വച്ചേക്കുന്നത്. ഇത് കണ്ടത് നല്ല മണമാണേ ഇതിന്. ഇതിപ്പോൾ വെയിലത്തിരിക്കുന്നത് കൊണ്ടാണ് നല്ല ഒരു യെല്ലോ കളർ വരുന്നത്. കുറച്ച് തണലത്താണെന്നുണ്ടെങ്കിൽ ഒരു പിന്നെ എന്താ പറയുന്നേ, ലൈറ്റ്